ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനെല്ലാം കുടിക്കാൻ പറ്റിയ 2 വെറൈറ്റി ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. എല്ലാവരുടെ വീട്ടിലുണ്ടാവും മാവിൻ്റെ ഇല. മാവില്ലാത്ത വീടൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ഇലകൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി കഴുകണം. ഇപ്പോൾ ഇലക്കെല്ലാം നല്ല പൊടി പാറിയിട്ടെല്ലാം ഉണ്ടാവും. ശരിക്കും ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ ശരിക്കും നമുക്കൊരു മാങ്ങയുടെ ടേസ്റ്റ് തന്നെയാണ് കിട്ടൽ. അപ്പം മോൻ കുറേ ദിവസമായി പറയുന്നത് മാവിൻ്റെ ഇലനെ കൊണ്ട് ജ്യൂസ് അടിച്ചാൽ. അപ്പോൾ ഞാൻ ഏതായാലും നോമ്പിന് തന്നെ ഇങ്ങനെ ട്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 തരം കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണണം. ഞാനിതാ ഇവിടെ തളിരില തന്നെ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലിയെല്ലാം കളഞ്ഞു കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് ഇതുപോലെ ആക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തി ജ്യൂസാണ്. ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. നല്ല ആരോഗ്യത്തിന് നല്ലതാണ് ക്യാരറ്റ്. ചെറുങ്ങനെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ മിക്സിയിൽ നിന്ന് പെട്ടെന്നൊന്നും അടിഞ്ഞ് കിട്ടില്ല. ക്യാരറ്റ് പുഴുങ്ങിയതാണെങ്കിൽ പെട്ടെന്ന് അടിച്ച് കിട്ടും. ഇത് പച്ചനെ അടിയാൻ വേണ്ടി കുറച്ച് വിഷമമാണ്. അപ്പം ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്താലും മതി. എനിക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ മടിയില്ലത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ക്യാരറ്റിൽ തന്നെ നമുക്ക് ഒരു 3-4 ആൾക്ക് കുടിക്കേണ്ട വെള്ളം എന്തായാലും കിട്ടും. അപ്പം ഇന്ന് തന്നെ എല്ലാവരും ക്യാരറ്റ് ഉണ്ടെങ്കിൽ വീട്ടിലെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അമ്മ ഈ ചൂട് സമയത്ത് വെയിലത്തെല്ലാം പുറത്തു പോയിട്ട് വന്നപാട് ഈ നാരങ്ങയും ക്യാരറ്റും കൂടി വേഗം അടിച്ച് കുടിച്ചാൽ തന്നെ നല്ല ആശ്വാസം ഉണ്ടാവും. ഇപ്പം നല്ല ചൂടല്ലേ, അപ്പോൾ ആ ചൂടിനെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പ് തന്നെ കിട്ടും. ഞാൻ ആ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു ചെറിയ കഷ്ണം പച്ചമുളക് മതി, ഒന്നൊന്നും വേണ്ട. എരു മുന്നിലെത്താനും പാടില്ല, ആ രീതിയിൽ വേണം പച്ചമുളക് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട. പിന്നെ നമുക്ക് എത്ര പഞ്ചസാര വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ആദ്യം ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നല്ല തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം ഞാനിവിടെ തണുത്ത വെള്ളം എടുക്കുന്നില്ല, മക്കൾക്കൊന്നും സുഖമില്ല. അപ്പം ഞാൻ തണുത്ത വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നല്ലോണം അടിച്ചെടുക്കണം എന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കും ക്യാരറ്റ് ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാനൊരു അരിപ്പ എടുത്തിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഇട്ടതിൽ അങ്ങനെ അധികം അടിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല. ക്യാരറ്റ് ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ട്. അത്രയും ഞാനത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഞാൻ ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ അതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കണം. പ്രത്യേക ടേസ്റ്റാണ് ക്യാരറ്റിൻ്റെ രുചിയും അതുപോലെ തന്നെ നാരങ്ങയുടെ പുളിയും പഞ്ചസാരയും എരിവും കൂടിയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്കി കൊടുത്താൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്യണം. ഞാൻ ഒരുപാട് റെസിപ്പിയും അതുപോലെ തന്നെ ടിപ്സ് വീഡിയോയും ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി, എന്നാലേ നമുക്ക് ക്യാരറ്റെല്ലാം മുതിഞ്ഞ് കിട്ടുമല്ലോ. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂട്ടി കൊടുത്താൽ മതി. ഞാൻ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിത് മാവിലിൻ്റെ ജ്യൂസും കൂടി ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാവില എടുത്തിട്ടുണ്ട്. മാവില നല്ലോണം കഴുകി എടുത്തിന്. ഇനി അത് ചപ്പ് എന്ന് വെച്ചാൽ ഇല മാത്രം ഒന്ന് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ണൂർക്കാരായതുകൊണ്ട് ചപ്പുന്നേ വായിൽ വരില്ല. ഇനി എത്ര മാറ്റി പിടിച്ചാലും അത് റെഡിയാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാവില്ല എന്ന് വെച്ചാൽ രണ്ടാമത് ഞാൻ എടുത്തു പറഞ്ഞത് ഇല എന്നുള്ളത്. നമുക്ക് നോമ്പ് തുറക്കാൻ അധികം കൂടുതൽ വെള്ളമാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇനി എന്ത് തിന്നാനുണ്ടാക്കിയാലും നമുക്ക് കൂടുതൽ വെള്ളമാണ് വേണ്ടത്. ഇപ്പം നല്ലോണം ചൂടും വെയിലുമാണ്, എത്ര വെള്ളം കിട്ടിയാലും മതിയാവില്ല. അപ്പം ഞാനിതാ 2 തരം കൊണ്ട് അടിച്ചു വെക്കുന്നത്. വേണമെന്നവർക്ക് ഏതാണെന്ന് വെച്ചാൽ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചാൽ 2 തരം അടിക്കുന്നത്. പിന്നെ ഞാനൊരു വത്തക്കയും കൂടി ജ്യൂസ് അടിക്കുന്നുണ്ട്, ഇത് വേണ്ടാത്തവർക്ക് കുടിക്കാൻ. ഞാൻ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഒരു പച്ചമുളകും ആവശ്യത്തിന് പഞ്ചസാരയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കടയിൽ നിന്ന് ഇപ്പോൾ മാങ്ങ കൊടുത്ത് ജ്യൂസ് അടിക്കുന്നതിനെക്കാട്ടി അതിൻ്റെ ഇലയുണ്ടെങ്കിൽ അതെടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ മതി. ഇതൊന്ന് അരിച്ചെടുക്കണം. നമ്മളെ വീട്ടിലെല്ലാം ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും വിരുന്ന് വന്നാൽ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു 3 ഇല മാവിൻ്റെ ഇല പറിച്ച് ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുത്താൽ മതി. അവർക്കത് കാണുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ആയിരിക്കും. ഇത് ക്യാരറ്റ് പോലെയല്ല, ഇല പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. പക്ഷേ ക്യാരറ്റ് അങ്ങനെയല്ല, ക്യാരറ്റ് കുറച്ച് ടൈം എടുക്കാനെയും അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതാ അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ആദ്യം ഞാൻ കുറച്ച് വെള്ളമേ കൂട്ടിയിട്ടുള്ളൂ, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂട്ടി കൊടുത്താൽ മതി. അതുപോലെ തന്നെ പഞ്ചസാര നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഈ മാവിൻ്റെ ഇല ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് ടേസ്റ്റ് ഉണ്ടാവുമോ, രസം ഉണ്ടാവും? നല്ല ടേസ്റ്റിയാണ്. ശരിക്കും നമ്മൾ ഒരു പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെയാണ് കുടിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് തന്നെയുണ്ട്. നല്ല മണമാണ്, മാങ്ങയുടെ അതേ മണമാണ് ഇതിന്. നല്ല തണുത്ത വെള്ളത്തിലാണ് അടിക്കേണ്ടത്. ആ തണുപ്പോടെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഞാനിത് പച്ചവെള്ളത്തിലാണ് അടിച്ചത്. മക്കൾക്കെല്ലാം ജലദോഷവും പനിയെല്ലാമാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ തണുത്ത വെള്ളം ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ അടിക്കുമ്പോൾ തണുത്ത വെള്ളത്തിൽ തന്നെ അടിക്കാൻ നോക്കണം. കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ നോമ്പ് മുറിക്കാനായ ആ ടൈമിലാണ് അടിച്ചെടുത്തത്. ഒരുപാട് സമയം നേരത്തെ അടിച്ചു വെക്കൊന്നും വേണ്ട. ബാങ്ക് കൊടുക്കാനായി ഒരു 10 മണിക്കൂർ മുന്നേ ഒന്ന് അടിച്ചു വെച്ചാൽ മതി. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാകുമ്പം ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഇന്നത്തെ 2 വെറൈറ്റി ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബായ്.